നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാലൻ ഡിയോർ പുരസ്കാരദാന ചടങ്ങിൽ അതേ വേദിയിൽ വെച്ച് തന്നെ സമ്മാനിക്കുന്ന ട്രോഫിയാണ് കോപ്പ ട്രോഫി. ആ അവാർഡ് കൊടുക്കുന്നത് ലോകത്തെ മികച്ച യുവതാരത്തിനാണ്, അണ്ടർ 21 പ്ലെയർക്കാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിട്ടിരിക്കുകയാണ്. നോമിനേഷൻ ലിസ്റ്റിൽ ലോകത്തെ മികച്ച യുവതാരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്ന്. ഒന്ന്, FC ബാഴ്സലോണയുടെ താരം 17-കാരനായിട്ടുള്ള പാവു കുബാർസിയാണ്. അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അർജന്റീൻ യുവതാരം 20-കാരൻ അലയാൻഡ്രോ ഗർനാച്ചോ. അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ ടർക്കിഷ് യുവതാരം 19-കാരൻ ആർഡ ഗ്യൂളർ. പിന്നെ 20-കാരനായ RB ലീപ്സിഗിൻ്റെ താരം കരീം കൊനാറ്റെ. ഒപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യുവതാരം 19-കാരൻ കോബി മൈനോ. പിന്നെ PSG ഇപ്പോൾ കൂടുമാറിയിട്ടുള്ള താരം ജാവോ നെവസ് 19-കാരനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം സാവിഞ്ഞോ, അദ്ദേഹത്തിന് 20 വയസ്സാണുള്ളത്. പിന്നെ ഫ്രഞ്ച് താരം ബയൺ മ്യൂണിക്കിൻ്റെ മാറ്റിസ് ടെൽ 19 വയസ്സാണ് താരത്തിനുള്ളത്. അതോടൊപ്പം FC ബാഴ്സലോണയുടെ സ്പാനിഷ് യുവതാരം 17-കാരൻ ലാമിൻ യമാൽ. ഒപ്പം ഫ്രഞ്ച് യുവ സൂപ്പർ താരം PSG-യുടെ 18-കാരൻ വാറൻജെയർ എമറി. ഇവരെയാണ്, അതായത് ഈ 10 താരങ്ങളാണ് ഇപ്പോൾ കോപ്പ ട്രോഫിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആർക്ക് ലഭിക്കും കോപ്പ ട്രോഫി എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അത് ബാലൻ ഡിയോർ പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് തന്നെ, അതായത് ഒക്ടോബർ 28 നടക്കുന്ന ആ പ്രോഗ്രാമിൽ വെച്ചിട്ടായിരിക്കും കോപ്പ ട്രോഫി സമ്മാനിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്.